എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അമ്മക്കുള്ളിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല പിടയ്ക്കുന്ന അയിലയെ നമുക്കുണ്ടല്ലോ വൃത്തിയാക്കി എടുക്കാം. നല്ല സൂപ്പർ അയില. ഈ ഫോൺ വിളി കൊണ്ട് തോറ്റി കുളിക്കാനായിട്ട് പോകുമ്പോഴും മീൻ വെട്ടാൻ പോകുമ്പോഴും അച്ചട്ട് കാര്യമാണ്. നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ആരെ വിളിക്കുന്നതെന്ന് നോക്കട്ടെ, എന്നിട്ട് മീൻ വെട്ടാം. കൈയൊക്കെ കഴുകൊന്നും ചെല്ലാം. ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് എന്തായാലും ഇനി നമുക്ക് മീനെ വൃത്തിയാക്കി എടുക്കാം. കിടക്കാച്ചി തരണം. നല്ല വലിയ അയിലാണ് കേട്ടോ. എൻ്റെ ഈ ഉള്ള ഫോഴ്സൊക്കെ എടുത്തിട്ട് ഞാൻ അതിനെ ചുരണ്ടി വൃത്തിയാക്കി വരുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ കുടലും വണ്ടിയൊക്കെ ചാടി വെള്ളി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും എൻ്റെ ഈ കാടൻ സ്വഭാവം മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് വെട്ടി നോക്കാം. കത്തി മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ കത്രികയിലാണ് ഇനി അടുത്ത പ്രയോഗങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഇതിൻ്റെ സൈഡിലുള്ള എല്ലാ കുഞ്ഞി എന്താ പറയുക ചിറകുകളൊക്കെ വെട്ടി മാറ്റി മീനങ്ങ് വൃത്തിയാക്കി എടുക്കാം. ഇന്ന് നമ്മൾ ഈ അയില കൊണ്ടുണ്ടല്ലോ ഭാഗ്യത്തിന് നല്ല രീതിയിൽ വന്നാൽ നമുക്കിത് കറിയാക്കാം, ഇല്ലെങ്കിൽ തോരൻ വയ്ക്കാം. എന്തായാലും നമുക്കിതിൻ്റെ എല്ലാ കുഞ്ഞി ചിറകുകളും എല്ലാം വെട്ടി വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം തലയും വാലുമൊക്കെ കോതി വൃത്തിയാക്കി എടുക്കണ്ടേ. ആക്കാന്നേ, ധൃതി പിടിക്കണ്ട, നോക്കിക്കോ. ഇനി ഇതിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് ഇതിനെ പിടിച്ചൊന്ന് വലിച്ചപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ കുടലും വണ്ടിയൊക്കെ ചാടി വെളിയിൽ വന്നു. ഇനി തലയുണ്ടല്ലോ കോതി അങ്ങ് എടുക്കും. കാരണം തല നമ്മൾ കറിയിലിടുവേ. വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വലിയ ഷോപ്പിലൊക്കെ പോയാൽ ഈ മീൻ തല തിന്നാൻ പോണത്. അയിലത്തല തിന്നോന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഞങ്ങൾ തിന്നും. ഞങ്ങളുടെ വീട്ടിൽ അയലത്തല എടുക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ അയലയുടെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് ഇതിൻ്റെ പണ്ടവും കുടലൊക്കെ ഉണ്ടല്ലോ, പറയത്തില്ലേ പഴയ ഗുണ്ടകളൊക്കെ പറയൂലേ, കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് നിൻ്റെ പണ്ടവും കുടലും വലിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ അയലയുടെ പണ്ടവും കുടലൊക്കെ വലിച്ച് വൃത്തിയാക്കി. എന്ത് പറഞ്ഞാലും എന്താ, അയലേനെ നമ്മൾ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. പച്ച അയലേനെ ഞാൻ ഏകദേശം ഒരു എന്താ പറയുക, പച്ച അയലെന്ന് പറയുമ്പം അതിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്ന അയലേനെ ഞാൻ എന്തായാലും ഒരു മാക്സിമം അത്യാവശ്യം മര്യാദയൊക്കെ കൊടുത്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. തലയൊക്കെ വൃത്തിയാക്കി ചേന്തിച്ച് എടുത്തിട്ടുണ്ട്. കണ്ട, ഇതിനകത്തത്തെ ആ പൂഞ്ഞിലൊക്കെ നമ്മളെടുത്ത് കളയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ പൂവ് ഇരിക്കുമ്പോഴല്ലോ നമ്മൾ കറിയിൽ ആ പൂവെപ്പടി ഇടുമ്പോൾ ഉണ്ടല്ലോ, അതായത് മീൻ്റെ ആ റെസ്പിറേറ്ററി സിസ്റ്റം ആ സംഭവം ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? അതായത് കറിയുടെ രുചി പോവും. പിന്നെ ഇപ്പോൾ കാണിച്ച ഇരുമ്പ് ചീനിച്ചിട്ടുണ്ടല്ലോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ, ഇപ്പോൾ കാണിച്ച ആ സ്പൂണുണ്ടല്ലോ ആ തവിക്ക് 2 തവി മല്ലിക്കുരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മല്ലിക്കുരു എന്നും പറയും, മല്ലി എന്നും പറയും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും പറയാനേ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്തായാലും സാധനം അത് തന്നെ, മല്ലി തന്നെ. മല്ലിയുടെ മൂപ്പ് നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒന്ന് നമ്മളിങ്ങനെ ഞെരടി നോക്കുമ്പോൾ മെരുമരാ പൊടിയണം. പിന്നെ അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ നമ്മുടെ പെരിഞ്ചീരകമാണ് കേട്ടോ, വലിയ ജീരകമില്ലേ, അത് കറിക്ക് വല്ലാത്തൊരു സ്വാദ് നൽകും. പ്രത്യേകിച്ച് അയലക്കറി, ചെമ്മീൻ അതിനൊക്കെ കേട്ടോ. ഒരു നിമിഷം നമ്മളൊന്ന് മൂപ്പിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 10 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. മുളകൊക്കെ വാങ്ങുമ്പോഴേ തന്നെ ഞാൻ അതിൻ്റെ ഞെടുപ്പുണ്ടല്ലോ ആദ്യമേ തന്നെ എൻ്റെ ഞെട്ട് കത്രി കൊണ്ട് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചെറിയ തീയിലിട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞെട്ട് കൈകൊണ്ട് അടർത്തി മാറ്റുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ കുരുവെല്ലാം വെളിയിൽ വരും. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയും മുളകും എല്ലാം കൂടെ മിക്സിയിൽ ചെറിയ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ പൊടിച്ച ഈ പൊടിയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കറി വയ്ക്കാൻ പാകത്തിനുള്ളൊരു ചട്ടി തയ്യാറാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 3 പച്ചമുളകിനിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം വലിയൊരു കഷ്ണം കുടംപുളി വെള്ളത്തിൽ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെയും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില, എപ്പോഴും നമ്മളിങ്ങനെ ഉരിയാണ് ഇടുന്നത്, പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കറിവേപ്പില തന്നെ ഉണ്ടല്ലോ ചെറിയ കുഞ്ഞി തണ്ടായിട്ട് ചെറുതായിട്ട് കഷ്ണിച്ച് കുറച്ച്, ഇപ്പം തൽക്കാലം കുറച്ച് കറിവേപ്പില, പിന്നീട് നമ്മുടെ തനി സ്വഭാവം കാണിക്കുമല്ലോ, എല്ലാ കറിക്കും കറിവേപ്പില വേണം. ഇനി വേണ്ടത് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന നല്ല വലിയൊരു ബൊമ്മച്ചൻ തക്കാളിയായത് കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ. തക്കാളിനെ നമുക്കൊരു വലിയ കഷ്ണങ്ങൾ ഇടത്തരം, തീരെ കുഞ്ഞാപ്പിയല്ല, ഇടത്തരം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നല്ല മഷി പോലെ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പുണ്ടല്ലോ, ഈ മിക്സിയുടെ അതായത് ഈ ചട്ടിയിലേക്ക് നമ്മൾ മിക്സിയിൽ നിന്ന് ചേർത്ത് കൊടുക്കും. നോക്കിയേ, നല്ല മഷി പോലെ നല്ല വെണ്ണ പോലെ അതായത് അരഞ്ഞ അരപ്പാണ് കേട്ടോ. നല്ലതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കണം. പിന്നെ ഈ തക്കാളി ഉണ്ടല്ലോ, നിങ്ങൾക്കുണ്ടല്ലോ ഒരു ഇടത്തരം മീഡിയം സൈസിലുള്ള തക്കാളി നിങ്ങൾ ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ. വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഒരു പകുതി തക്കാളി എടുത്തത്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നേർമയാക്കി എടുക്കാം, അതായത് അലിയിപ്പിച്ചെടുക്കാം.
അത്യാവശ്യം വേണ്ട അയവിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ അരപ്പുണ്ടല്ലോ ഒരുപാട് കുറുകനെ വേണ്ട, കാരണം നമ്മൾ മീനിടുന്നതിന് മുമ്പേ ഈ അരപ്പ് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കും. അതിന് മുമ്പ് നമ്മളൊരു കാര്യമുണ്ടല്ലോ, ഇതിലേക്ക് തിളയ്ക്കുന്നതിന് മുമ്പ് അത്യാവശ്യം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ പാകമാണ് ഉപ്പ് കേട്ടോ, ഞാൻ പറയുന്നതല്ല അളവ്, നിങ്ങളുടെ അളവിലാണ്. നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണോ അത്ര ഉപ്പ്. ഇനി മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു തീയിലിട്ട് നിന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട, കാരണം ഉപ്പും പുളിയും പാകമായില്ലെങ്കിലുണ്ടല്ലോ ഈ അരപ്പെല്ലാം കൂടെ മേളിലോട്ട് എന്തോ കാഴ്ച കാണാൻ വരുന്നത് പോലെ വെളിയിലോട്ട് ചാടി ചാടി തൂവിപ്പോവും. അതിനെക്കാട്ടിലും നല്ലത് എന്തുവാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. നോക്കട്ടെ, ഉപ്പും പുളിയൊക്കെ പാകമാവുകയാണെങ്കിൽ നമുക്ക് മീനിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വീണ്ടും വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ചെയ്തിട്ടിരിക്കേണ്ടി വരും, വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും. നോക്കട്ടെ, ഉപ്പും പുളിയൊക്കെ പകർന്ന് പോരാ, ഇത്തിരി കൂടെ പുളിയും ഉപ്പും ഒക്കെ ഇറങ്ങാനുണ്ട് കേട്ടോ. നല്ലതുപോലെ ഉപ്പും പുളിയൊക്കെ ഇറങ്ങി കൊടുത്തതിന് ശേഷം വേണം മീനിടാൻ. ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പാകമായാൽ ഞാനിപ്പം അയലയുണ്ടല്ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. നോക്കിയേ, മീനെല്ലാം കൂടെ ഉണ്ടല്ലോ ഞാൻ ആകെ പദം വരുത്തി നാശാക്കി വെച്ചിട്ടുണ്ട്. മീന് പോലും സങ്കടമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനിങ്ങനെ മുറിച്ചെടുത്തേക്കുന്നത്. മീനിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊബൈലൊന്ന് ഡാർക്കാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫിൽറ്ററൊന്നും ഇട്ട് കൊടുക്കൂല, കറക്റ്റ് ലൈറ്റിലാണ് ഈ കാണുന്നത്. പക്ഷേ മൊബൈലിനകത്ത് ഞാനല്ലോ മൊബൈലിൻ്റെ ലൈറ്റ് കുറച്ച് വെച്ചിരിക്കുക വീഡിയോ പിടിക്കുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുടുംബനാഥ എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ തലഭാഗം ഞാൻ ഇതിനകത്തോട്ട് പതേക്ക് അങ്ങോട്ട് അരപ്പിലോട്ട് ചാർത്തി വെക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും, നമ്മൾ തവിയൊന്നും ഇട്ട് കൊടുക്കാതെ ചട്ടി ഒന്ന് ചെറിയൊരു തുണി പിടിച്ച് ഒന്ന് കറക്കി കുണുക്കി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനിയാണ് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ. ഫ്ലെയിം ഫുള്ളാക്കിയിടണം. ഫുള്ളാക്കിയിടുന്ന ഫ്ലെയിമിൽ വേണം ഇനി കറി തിളയ്ക്കാൻ. കാരണം മീനിൻ്റെ ഉളുമ്പെല്ലാം ഇറങ്ങി വരും നമ്മൾ തീ കുറച്ച് വെച്ചാൽ. അപ്പോൾ എങ്ങനെയാ, സെറ്റല്ലേ? നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇനി തവിയിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, പതുക്കെ വേണം ഇളക്കാൻ. ഓക്കെ, മീൻ നോവരുത്, നമ്മുടെ ചാറും ചാടി വെളിയിൽ വരരുത്. ആ ഒരു പരുവത്തിന് വേണം ഇതിനെ നമ്മൾ ഇളക്കിയെടുക്കാൻ. എൻ്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഉഴിഞ്ഞ് കുറച്ചുകൊണ്ട് വെളിയിൽ കൊണ്ട് കളയും. അതിന് ശേഷമാണ് ഉപ്പും പുളിയൊക്കെ നോക്കുന്നത്. കാരണം വല്ല കൊതിയും കിട്ടിയാലോ ഈ മണമൊക്കെ അടിക്കുമ്പോൾ അത്ര ഗംഭീരമായ മണമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു വിശിഷ്ടമായൊരു സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവ 1/4 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജോലിക്കുറവൊക്കെ ഉള്ള സമയത്ത്, അതായത് ജോലിക്കൊന്നും പോകാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉലുവ, നല്ല ജീരകം ഇതൊക്കെ വറുത്ത് പൊടിച്ച് വെക്കും. പെരിഞ്ജീരകം ഞാൻ നല്ല വെയിലത്ത് ഉണക്കിയതിന് ശേഷമാണ് പെരിഞ്ജീരകം പൊടിക്കുന്നത്. മസാല ഉണ്ടല്ലോ, കറി മസാല പൊടിക്കുമ്പോൾ നമ്മൾ കറി മസാല അടുപ്പിലിട്ട് മൂപ്പിച്ചതിന് ശേഷം പൊടിക്കരുത്, കാരണം അതിൻ്റെ തനതായ രുചി നഷ്ടപ്പെട്ടു പോകും. ഇനി തിളയ്ക്കുന്ന കറിയിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില തണ്ടിനെ ഞാൻ അതിനകത്തോട്ട് പൊഴുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അതിൽ നിന്ന് കിടക്കുന്ന ഒരു ചെറിയൊരു രുചിയുണ്ടല്ലോ, ആ കറിവേപ്പിൻ്റെ രുചിയും പച്ച വെളിച്ചെണ്ണ രുചിയും ഒക്കെ വരാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയും കറിവേപ്പില തണ്ടും പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റിലുണ്ടല്ലോ നമ്മുടെ ഈ കറി ഉണ്ടല്ലോ ഒന്ന് കുളിർന്ന് വരട്ടെ. ഒരു പ്രത്യേക തനതായ ഒരു രുചിയാണ് ഇപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും മറക്കരുത് അമ്മക്കൂട് ചാനലിനെ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ് നിങ്ങൾ പ്രത്യേകം ഒന്ന് രേഖപ്പെടുത്തണേ. പിന്നെ ഇനി എന്താ പറയാനുള്ളത്, നമ്മുടെ ചാനലൊന്ന് കൂട്ടാക്കണം കൂട്ടാക്കാത്തവരാണെങ്കിൽ. അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.